ईयर्स पहले एमबी की डेज में मैं और मेरा फ्रेंड अनस एक ही ड्रीम शेयर करते थे, कश्मीर। रील्स देखते थे, बातें करते थे और हमेशा बोलते थे वन डे पक्का जाएंगे। फिर लाइफ हैपेंड, करियर, रिस्पॉन्सिबिलिटीज, शादी, और वो ड्रीम थोड़ा सा पॉज पे चला गया। लास्ट मंथ अचानक से हमने डिसाइड किया नॉट समडे, अभी। और एक 10 साल पुराना सपना फाइनली रियलिटी बन गया। कश्मीर के बीच खड़े होके उसके माउंटेन्स, रिवर्स और वो सुकून देखे के हमें समझ आया कि ये जर्नी सिर्फ एक प्लेस तक पहुंचने की नहीं थी, बल्कि एक ऐसी दोस्ती का सेलिब्रेशन थी जो टाइम के साथ और स्ट्रॉन्ग होती गई। ये सिर्फ एक ट्रिप नहीं, ये हमारा स्टोरी है। एंड दिस इज आवर जर्नी टू कश्मीर। Hi everyone. So once again, welcome back to Kashmir. This is day 2 of Kashmir, and today we are going to visit Gulmarg. Gulmarg ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം. കാരണം കശ്മീർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന മഞ്ഞ്, അങ്ങനത്തെ ഒരു വ്യൂ ആണ്. അപ്പം അങ്ങനത്തെയുള്ള മഞ്ഞ്, സ്നോഫോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ള ഗുൽമാർഗിലാണ്. സോ ടുഡേ me and Anas, we are so much excited to visit Gulmarg. ആൻഡ് ഗുൽമാർഗില് എന്തൊക്കെയാണ് ആൻഡ് എങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണെന്നുള്ളതാണ് വി ആർ ഗോയിങ് ടു വാച്ച്. സോ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്, കാരണം നമ്മൾ പോകുന്നേ ഉള്ളൂ. വി ആർ ഓൺ ദ വേ. ഇപ്പം ശ്രീനഗറിൽ നിന്ന് 2.5 hours ഉണ്ട് ഗുൽമാർഗ്. സോ ഇപ്പൊ ടൈം ഇപ്പം 9:30 ആയി. ആക്ച്വലി ഞങ്ങൾ 9 o'clock സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കാരണം തണുപ്പ് കാരണം നമ്മൾ റെഡി ആവാൻ ലേറ്റ് ആയിപ്പോയി, ഹാഫ് ആൻ അവർ. സോ around 12 o'clock ഒക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. So once again, welcome back to my YouTube channel. Let's go to Gulmarg. That's our first ആദ്യത്തെ നമ്മുടെ സ്നോയുടെ വിഷു സീൻ സ്നോ ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഇന്നിപ്പോ ഇവിടെ സ്നോ ഇച്ചിരി കുറവാണെന്നാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ റൂട്ടെല്ലാം ഫുൾ ഇങ്ങനെ ഇതുപോലെ ഈ കുറച്ച് കാണുന്ന മഞ്ഞ് ഫുൾ ഇങ്ങനെ മൂടിക്കിടക്കും എന്നാണ് പറയട്ടെ. ആൻഡ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നു ഉച്ച കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ മേ ബി, ഉറപ്പില്ല, സ്നോ ഫോളിനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം മഞ്ഞ് വീണ് കിടക്കും എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ.
ഹായ് ഗൈസ്, നമ്മളിപ്പോ ഗുൽമാർഗ് കണ്ടോല റൈഡിലെത്തി. സോ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഏർലി മോർണിംഗ് പ്ലാൻ ചെയ്ത് നേരത്തെ എത്തണം. സോ ഇവിടെ ഹ്യൂജ്, പറയാൻ പറ്റാത്തൊരപ്പുറം ക്യൂ ആണ്. ഒരുപാട് ടൈം ഇവിടെ വേസ്റ്റ് ആവും. സോ നേരത്തെ വരിക, നേരത്തെ വന്ന് റൈഡ് എൻജോയ് ചെയ്യാം. ഓക്കെ, കാണിച്ചു കൊടുക്കും. സംസാരിക്കാൻ ചുണ്ടൊക്കെ ഇപ്പോഴേ ഭയങ്കര ഡ്രൈ ആയി. അങ്ങോട്ട് എത്തുമ്പോ എങ്ങനെയായിരിക്കും അറിയത്തില്ല. France company. It was made operational phase 1 in 1998. Okay. Phase 1? Yeah, phase 1. Phase 2 in 2005. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് മറ്റേ കേബിൾ കാർ കണ്ടോലൊക്കെ തേടി. അപ്പം ആദ്യം നമ്മൾ വിചാരിച്ചത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കാരണം നമുക്ക് മാത്രമായിട്ട് പോകാൻ പറ്റും. ബട്ട് ഇത് ഷെയറിങ് കാരണം ഇപ്പോ നല്ല റെസ്റ്റോറൻറ്റ്. I'm from Ernakulam. എറണാകുളം ആൻഡ് വയനാടും ഉണ്ട്. ഇവരെല്ലാം രണ്ടുപേരും വയനാട്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഫേസ് 1ലേക്കാണ് പോകുന്നത്. ആൻഡ് ഫ്രം ദർ വിൽ ഗോ ടു ഫേസ് 2. ഫേസ് 2ലേക്ക് പോകുമ്പോൾ ചിലപ്പം ഇങ്ങനെ ഷെയറിങ് എല്ലാവരും കിട്ടുമായിരിക്കും. ഷെയറിങ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വി കൻ സീ. അപ്പോ അടച്ചിട്ട് കാണാം. സോറി. Phase 1 will do, spend some time because you get every facility in phase 1. At phase 2, that's only right. You have to go and back and forth. Okay. There is every sort of activity, skiing, slash, motorbike. Yeah. They're in phase 1 or phase 2? Phase 1, phase. Enters the phase 2 tickets. I think that's of no use. That's useless to go there. If you are going to explore the phase 2, then you have here in the month of June and left in the month of September. Oh. They come here for grazing sheep and cattle. Okay. Yeah, it's their business. സോ ഫേസ് 1 നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് സ്കീയിങ്. സ്കീയിങ് നമ്മൾ ഇവരെ സ്പോർട്സിലൊക്കെ കണ്ടിട്ടുള്ളൂ, വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ആൻഡ് ഇവിടെ ഇത് ചെയ്യുന്നതിന് വി ക്യാൻ ഡു ഇറ്റ് ബൈ അവർ ഓൺ. ആൻഡ് ഇഫ് യു ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം നമുക്കൊരു കോച്ചിനെ കൂടി കിട്ടും. അപ്പൊ അതിനെ കൂടി ചാർജ് ചെയ്തിട്ടാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. കുറച്ച് ബാർഗൻ ചെയ്ത എമൗണ്ട് കുറഞ്ഞ് കിട്ടും. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. Alright, so about the equipment with the skiing first time price is very difficult to do with the first time, but we have a coach here. He's taking the video. What's your name, Bhaiya? Yeah, so കുറച്ച് ഭാഗങ്ങളിലും പഠിച്ചെടുക്കുന്നുണ്ട്. So it's so easy. When you come to Kashmir, please come here and do skiing. Oh. So we're done with skiing. It was nice experience. പക്ഷേ ഞാൻ പറ്റുന്ന പോലെ ചെയ്യുന്നു. We have to plan it. We have to find the positions of safety. One week course complete ചെയ്ത മോളിൽ നിന്നൊക്കെ ചടാം. So हवाएं काफी चलो यो करो चलो फिर हवा So finally we're in the snow. Then we're going to touch snow. ആദ്യം ടച്ച് ചെയ്യാൻ പോവാണ് with bare hands. Let's see how it feels. First of all, I would like to praise God for this amazing beauty of Kashmir. Wow. ഫ്രീസറിനകത്ത് ഐസ് എടുത്തോളുണ്ടോ?
ഫേസിംഗ് ഗോൾ കൈ മറ്റേ ഇതായി വേറെ അറിയില്ല. ആക്ച്വലി നമുക്ക് അവിടെ പോകണമെന്ന്, ബട്ട് സെക്യൂരിറ്റി ഉണ്ട്, ഇവിടെ സെക്യൂരിറ്റി പേഴ്സൺസ് ഉണ്ട്, അവർ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. പക്ഷെ ആ ട്രീയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പോകാൻ അടിപൊളിയായിരുന്നു, പക്ഷെ നമുക്ക് പോകാനുള്ള സ്കോപ്പില്ല. സോ ദിസ് ഈസ് കശ്മീർ. ഗൗസിലാനി പരുതെല്ലാം. ബാക്കി നമുക്ക് അവിടെയൊക്കെ പോയി നോക്കാം. So from phase 1, we are going to phase 2. Phase 2, it's 14,000 something above from the sea level. So guide has told us to not spend more than 15 minutes. So we'll see how the place looks like and how the call feels like. Let's go and see. Finally phase 2. നമ്മുടെ കരിയറില് നമ്മുടെ ലൈഫില് ഇത്രയും ഹൈറ്റ് പോകുന്നത് ഫസ്റ്റ് ടൈം, ചിലപ്പോ ലാസ്റ്റ് ടൈം. ഇതിന് മുകളിൽ നീ എവിടെ പോകും? ഹൈറ്റ് എവറസ്റ്റ് പോകണമെങ്കിൽ ടൈം. ഞാൻ തോന്നുന്നു വരണ്ട സ്റ്റക്കാ. ചെവി അടയാൻ തോന്നുന്നുണ്ടോ? So we are about 5 minutes away from phase 2. Let's see if I still fall down. വസീം പറഞ്ഞ പോലെ നമുക്ക് ഇവിടുത്തെ കോൾ ഒട്ടും പറ്റില്ല. അയാൾ പറഞ്ഞ 10-15 മിനിറ്റ്സ് നിൽക്കാണെന്ന് പറഞ്ഞ. ലൈക്ക് വൈസ് രക്ഷയാ തണുപ്പോ ഇവിടൊക്കെ വേദന എടുക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആയി വരുന്നില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൊക്കെ പോകും. What an experience of. It's so big. And this place is called Sunshine Peak. This is the top most peak of this phase 2, and this is part of Himalayas. ഒരിക്കലും തമാശ പറയില്ല. എന്റെ പൊന്നോ, സൂചി കുത്തി ഇറങ്ങുന്ന വേണം സ്കിൻ മുഴുവൻ. വേറെ സ്കിൻ ഈസ് ഓപ്പൺ ആൻഡ് നോ ക്ലോത്ത്സ്. ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഗ്ലൗസ് നോക്കി. എന്റെ പൊന്നോ, ഗ്ലൗസ് നോക്കാൻ പറ്റുന്നില്ല. എന്റെ സംസാരത്തിന് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ആ വസീം കൂടെ പറഞ്ഞിട്ട് 10-15 മിനിറ്റ്സ് മാക്സിമം നിൽക്കില്ലെന്ന്. മൊത്തം കവർ ചെയ്താണ് നിൽക്കാൻ പറയും. പക്ഷെ ഐ കാണ്ട്. ഇവിടെ വന്ന സ്ഥിതിക്ക് കുറച്ച് നേരം പോവാം. 15 മിനിറ്റ്സ് ഉണ്ടല്ലോ. കാറ്റടിക്കും. ലിറ്ററലി സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ
ശരിക്കും ഫ്രീസായി. So guys, this is a place that you cannot visit for you die. ലോകത്തെ എവിടെ പോയാലും ചെയ്യാം. വീട്ടിലാണ് -6 ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പൊ നമ്മളിന്റെ അകത്തൊരു ചായ കുടിച്ചു. ചായ നല്ല ചൂടാണ്, പക്ഷെ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ വന്ന് ചായ കുടിച്ചു ഇതും ആയല്ലോ, പക്ഷെ ഇവിടെ നല്ലപോലെ ഫ്രീസ് ആയി, സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടെ പുറത്തിറങ്ങി വ്ലോഗ് ചെയ്ത് ഭയങ്കര പാടാം. റെഡോടൊക്കെ എതിരെ പോകുന്നത് എന്തായാലും ദിസ് ഈസ് എ ബസ് പ്ലേസ് ടു സ്റ്റേ ഡൗൺ. വേറെ ഞാൻ സ്നോ കണ്ടിട്ടില്ലെങ്കിലും ഫസ്റ്റ് ടൈം ഐ സീ സ്നോ. What I'm telling you is snow and the cold, freezing cold. And ആ ഒരു തണുത്ത കാറ്റടിക്കും, ഇങ്ങനെ സ്നോ ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇങ്ങനെ പൊടിക്കാത്ത ഒരു സ്നോ ഇങ്ങനെ പറന്നു പോകണമാണ്. നല്ല സ്ഥലം. ഞാൻ വീഡിയോ എടുക്കേണ്ടവിടെ നിന്നായിരുന്നു. അപ്പോഴത്തേനും ഒരു സെക്യൂരിറ്റി ഗാർഡ് അടിന്ന് വിളിച്ചു പോയിട്ടുണ്ടായിരുന്നു, തണുപ്പ് കൂടാൻ പോവാ, അവിടെ തിരിച്ചു പോകാൻ. So Wasim told us to not spend more than 10 minutes, 10-15 minutes in phase 2 because it was cold today, and seldom it gets fault. Yeah. That's why I just suggested you to get a little quick at phase 2. Yeah. But somehow we managed to stay there for about 20 minutes, and it was that was the best experience in our life so far. And there was a security person. He was screaming everyone to come back. As the snow wind or something. Yeah. Because it's today it's a snowfall prediction. Yeah. That's why at phase 2 some of the children, some of the older persons are also going there. Okay. So that's why they just announced come back, do spend some less time and go back. So we think that today we are expecting snowfall. So if you're lucky, we'll get to see snowfall as well. So this place, why I'm holding like this is, this place is very slippery. Kongduri, this is called Kongduri. Kongduri. Phase 1. Phase 1, Kongduri. It's almost at 11,000 feet above sea level. Phase 2 at 14K. Yeah, for phase 2 was 14,000 meters above from sea level. So right now we feel hungry, and he told us that there is a good place where we get Maggie. So Mount View restaurant. Mount View restaurant. Yeah. So we are going there and we'll have some Maggie. So Wasim നമ്മളിവിടെ പറഞ്ഞ മാഗി ഇട്ട സ്ഥലത്ത് കൊണ്ടുവന്നു. I ordered Maggi masala and then ordered cheese Maggi. And also we have ordered 2 kava. തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ മാഗിക്ക് ടേസ്റ്റ് കൂടുന്നല്ല പറയുന്നത്. മേ ബി ഈ ഇത്തരം തണുപ്പുള്ള സ്ഥലത്ത് ചൂട് കിട്ടുന്നുണ്ടായിരിക്കും. തണുപ്പുള്ള സ്ഥലത്ത് ഭയങ്കര ടേസ്റ്റ് കൂടി മനസ്സിലായി. ആര് പറഞ്ഞു റേഞ്ച് കുറവാ. ഏതാണ്ട് ജർമ്മനി चिकन നമ്മുടെ കാവായും വന്നു. എനിക്കൊന്ന് ഓരോ സ്ഥലത്തും നമ്മൾ കാവായ്ക്ക് ഓരോ ഇതാ തോന്നുന്നു. ഇപ്പം പണ്ടത്തെ കാവാക്ക് ഈ ഒരു ലുക്കാരൊന്നും അറിയത്തില്ല. ഇവിടുത്തെ കാവാക്ക് ഉണ്ടോ നോക്കാം.
കാവ ഈ കാവയ്ക്കൊരു മണമുണ്ട് കേട്ടോ, ഇല്ല ഒന്ന് നോക്കി. പക്ഷെ നമ്മുടെ മറ്റേ പുള്ളിക്കാരന്റെ ഇതിന്റെ ഇതില്ലായിരുന്നു, നമ്മുടെ ഹൗസ് ബോട്ടിന്റെ ആളുടെ പേരുണ്ടായിരുന്നു ഖാദർബായിയുടെ കാവയ്ക്കൊരു സ്മെല്ല് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? എന്റെ മൂക്ക് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. ആ ഇനി അതാണ് എന്റെ മൂക്ക് അവിടെ മൂക്ക് നടന്നിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇത്രയും സ്മെല്ല് തോന്നിയില്ല. കോൾഡായിട്ട് നടക്കുന്ന എവിടെ സ്മെല്ല് കിട്ടാം. ഇതിനിപ്പോ ഒരു അറവുണ്ട്. എന്തിനാ ചോദിച്ചാൽ പല സിനമൺ പല മിക്സസ് സ്പൈസസ് അതിന്റെ സ്മെല്ല് നോക്കാം. കൊള്ളാലോ. Look at the view. So we come to Khyber Resorts to try Kashmiri kava. So Wasim says that we'll get kava for even 50 rupees. But here it's a little costly. But obviously we know that this is 5-star facility, so they will charge accordingly. Anyway, this property is so amazing, and we have a view of Himalayan mountains, yeah, Sunshine Peak. Yeah. Sunshine Peak and Himalaya there. So beautiful. Thank you. So we are done with Gulmarg today, and നമ്മളെ full Gulmarg മുഴുവൻ കൊണ്ടുപോയി കറക്കിയത് our guide Wasim ആയിരുന്നു, and Wasim will soon visit Kerala, right? Inshallah. Yeah. So thank you, Wasim. Okay, thank you. Have a nice day. Yeah. What's the room number? 204. So this is going to be our room for today. कश्मीरी सारा एक बार फोन पे बात होता है पूरा दिन
അങ്ങനെ നമ്മുടെ ഗുൽമാർഗ് ഡേ അവസാനിച്ചതിന്റെ ലാസ്റ്റ് സൈഡാണ് ഈ കാണുന്നത്. മഞ്ഞി കിടന്ന് അർമോദിച്ച് അനസ് അബ്ദുൽ കലാമിന്റെ ഇടപാട് ചെയ്തു. അനസ് അബ്ദുൽ കലാം എന്നെ വലിയ പുച്ഛിച്ചാണെന്നുള്ളത് ഇവിടെ ഇപ്പൊ നോക്ക് മുകളിലുണ്ടോ? തിരിച്ചു വന്ന നീ അല്ല എന്റെ അടുത്ത് ഗുളിക ചോദിച്ചേ തലവേദനയാണ്. ജസ്റ്റ് ഒരു തലവേദന ഇങ്ങനെ കിടന്നേ എണീക്ക്. എടാ മനുഷ്യനായ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും. ഇന്നലെ നീ കൂർക്ക വലിച്ചുറങ്ങിയപ്പോ ഞാൻ ഡിസ്റ്റർബ് ചെയ്താ. സമ്മതിച്ചില്ല. നമ്മൾ ഇവൻ പറയുന്ന ഒരു 100 കാര്യത്തില് ഒരു 50% എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 40% എല്ലാവരും വിശ്വസിക്കണം. കാരണം ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ ഒരു 100 വട്ടം പൊലിപ്പിച്ചേ പറയുള്ളൂ. നീ പറഞ്ഞ സംഭവങ്ങളല്ലേ ഇയാൾക്കുണ്ടായിരുന്നു. എഴുന്നേക്കാൻ പോയി കിടക്കുക. എണീക്കണം കൂടെ. എനിവേ കുറച്ച് നേരം ടെസ്റ്റ് എടുക്കട്ടെ. അങ്ങോട്ട് പറയാനുണ്ടോ? അങ്ങനെ അനസ് അബ്ദുൽ കലാം ഇന്ന് ലൈഫിൽ ആദ്യമായിട്ട് ഒരു കമ്പനിക്ക് വേണ്ടി പ്രൊമോഷൻ കൂടി ചെയ്തു. ട്രിപ്പ് ഹോളിഡേസിന് വേണ്ടി പ്രൊമോഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രൊമോഷൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടി കഴിയുമ്പോൾ അതെ കിട്ടി കഴിയുന്നതിനും ഞാൻ കാണിച്ചു തരാം. കയ്യിലില്ലാത്ത അളവുകളും കാര്യങ്ങളൊന്നുമില്ല. എനിവേ പ്രൊമോഷൻ വീഡിയോ സെറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഗുൽമാർഗ് ഡേ ഇവിടെ അവസാനിക്കാറ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ എന്ന് വേണം പറയാൻ. കാരണം മഞ്ഞ് ലൈഫ് ടൈമിൽ നമ്മുടെ ഇത്ര നാളത്തെ ഒരു 30 വർഷത്തെ ഇത്ര നാളത്തെ ലൈഫാണ്. പതുക്കെ ഉണർത്തിയത് ആപത്തമായി തോന്നുന്നു. ഇതിന് മിണ്ടാങ്ങനെ കടത്തുന്നതല്ല. അപ്പോ നമ്മുടെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ട് നമ്മൾ സ്നോ കണ്ടു, സ്നോ കയ്യിലെടുത്തു. ദാറ്റ് എക്സ്പീരിയൻസ് വാസ് സംതിങ്. എന്താ പറയാ, ശരിക്കും നമ്മളിത് പറഞ്ഞാലോ ഈ വീഡിയോ കൂടി കാണിച്ചാലോ മനസ്സിലാവുന്നൊന്നുമില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നതിനാണ് കശ്മീർ. ആസ് എൻ ഇന്ത്യൻ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു എക്സ്പ്ലോർ ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ കൺട്രി, എസ്പെഷ്യലി കശ്മീർ. അപ്പോ അവസാനിച്ചെങ്കിലും വി ആർ എക്സൈറ്റഡ് അഗൈൻ. കാരണം നാളെ പോകുന്നത് ഇതിനേക്കാളും കൂടുതൽ മഞ്ഞുള്ള സ്ഥലത്തേക്കാണ്, സോൺമാർഗിലേക്കാണ് പോകുന്നത്. അപ്പം ടുഡേ വാസ് സച്ച് എ മെമ്മറബിൾ ഡേ. ലൈഫിലും എന്ന് ഓർത്തിരിക്കാൻ പോകുന്ന ഒരു ഡേ ആയിരിക്കും. ഗുഡ് തിങ്സും അവിടത്തെ നമുക്കൊന്ന ഇൻസിഡന്റ് ഗുഡ് തിങ്സ് എന്താ പറയുക? അപ്പോ ഗുഡ് തിങ്സ് എന്ന് പറയാനാണെങ്കിൽ എന്താണോ ഒരു ഗുഡ് തിങ് എന്താ ഗുഡ് തിങ്സ് എന്ന് പറയാനുള്ള ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ് തിങ്സേ ഉള്ളൂ അല്ല. പക്ഷെ അവൻ ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്യാമറ ഇങ്ങോട്ട് ആക്കിയത്. പിന്നെ ഇയാളെ എന്നൊക്കെ പറയണേ. അല്ലെന്ന നീ പറയാനുള്ള നിനക്ക് ഫീൽ ചെയ്ത ഗുഡ് തിങ്സ് എന്താണെന്ന് പറയാം. എനിക്ക് ഫീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എന്താ കഥയുണ്ടോ? അതെ, എന്നാ ഫീൽ ചെയ്ത് പറ. നമ്മൾ വൺ ടൈം എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് അവിടെ. അതായത് നമുക്ക് 2 ഫേസിൽ നമുക്ക് മറ്റേ കേബിൾ കാറിൽ പോവാം. ഫേസ് 1 ആണ് മോസ്റ്റ്ലി ഒരു 70% ആൾക്കാർ യൂസ് ചെയ്യും. അത് ഈ പറയുന്ന ഗണ്ടോലായിട്ടുള്ള കാര്യം പറയുന്നത്. ഗുൽമർഗിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ആ സ്നോ കിടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഗണ്ടോല എന്ന് പറയും. അത് കേബിൾ കാർ വേണം പോകുന്നത്. 2 ഫേസ് ഉണ്ട്, ഫേസ് 1 ഫേസ് 2. അതിന്റെ പേര് പറയണം. ഫേസ് 2 പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറെ കാണാനുള്ള കുറെ സംഭവങ്ങൾ കിട്ടും. ഓൾറെഡി കാശ്മീരിൽ ഫുൾ സംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ വണ്ടറാക്കുന്ന കുറെ സാധനങ്ങൾ. ഇത് കഴിഞ്ഞ് നമ്മുടെ ഡോർ ഓപ്പൺ ആയി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു കിഡിലൊരു വിൻഡിന്റെ എക്സ്പീരിയൻസ് ചെയ്യാം. അത് വെറും വിൻഡല്ല, വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്കിങ്ങനെ എന്റെ ഈ വായു കൊടുക്കുന്നത് ഭയങ്കര ഫ്രീസ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത പോലെ മുമ്പ് കൂടി ഇങ്ങനെ വെള്ളം വരുമ്പോ പിന്നെ എന്തൊക്കെയോ പറയാം. പക്ഷെ ഇവൻ ചെന്നറിഞ്ഞോണ്ട് അങ്ങ് പോയി. അതൊക്കെ സൺഷൈൻ അല്ലേ അതിന്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് അവിടെ വരെ ഫോളോ ചെയ്തില്ല. കാരണം അവിടെ ഇറങ്ങിയപ്പോ തന്നെ എന്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലായി ഇവിടെ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. സെക്കൻഡ് ഹൈയസ്റ്റ് ആണ് ആ ഹൈറ്റ്. സെക്കൻഡ് ഹൈസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ് അല്ല അവിടെ ഉള്ളതിന്റെ ഹൈസ്റ്റ് പീക്ക് ആൻഡ് 14,000 above sea level. -6 ആയിരുന്നു. -6 ഡിഗ്രി എന്നോട് തണുപ്പെന്ന് ഓർത്തിട്ടാണ്. പക്ഷെ ഫീൽസ് ലൈക്ക് -10. എക്സ്പീരിയൻസ്. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു ഒരു 10 minutes സ്പെൻഡ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ആരും നമ്മളടുത്ത് ഗൈഡ് പറഞ്ഞ 10 to 15 minutes അപ്പുറത്ത് നിൽക്കരുത്. കാരണം അതിന്റെ അപ്പുറത്തോട്ട് നമ്മുടെ ആ ഹെൽത്ത് കാര്യങ്ങൾ കോൺഷ്യസ് ആയിട്ട് നോക്കുമ്പോ പിന്നെ ഇന്ന് കുറച്ചുകൂടി എന്തോ കോൾഡ് വിൻഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റഡ് ആയിരുന്നു.
അത് കാരണം 10 to 15 അതിനപ്പുറത്ത് പോകുന്ന കുറെ തവണ പറഞ്ഞു. ബട്ട് സ്റ്റിൽ നമ്മൾ 45 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തു. അറൌണ്ട് 45 മിനിറ്റ്സ് നമ്മൾ അവിടെ നിന്നു. അവസാനം നമുക്ക് ഒട്ടും പറ്റാത്തൊരു കണ്ടീഷൻ വരും. ആ കണ്ടീഷനിൽ നമ്മൾ പോയിട്ട് ഒരു ടീയോ കാവ അവിടെ തന്നെ കാവയോ അല്ലെങ്കിൽ നമുക്ക് അവിടെ കോഫി കിട്ടും. 100 rupees ആണ്, ലൈക്ക് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ആ കാവ നമ്മൾ ചോദിച്ചു, പക്ഷെ ടീ ഉള്ളായിരുന്നു. അത് അടിപൊളി. ഈ പറഞ്ഞ നമുക്ക് പറ്റാത്ത എന്ന് പറയുമ്പോ എനിക്ക് അത്രയും ഇവനപ്പോഴും കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ ഓണായിട്ട് നിൽക്കണം ഫുള്ള്. അതാണ് ഇപ്പൊ ഞാൻ കിടന്നു. അപ്പൊ ഓണായി പറഞ്ഞ ഇപ്പൊ കിടക്കേണ്ടി വന്നാലും that was an experience. നീ എന്റെ പുക കാണാൻ വേണ്ടി പരിചയപ്പെട്ടു. എനിക്ക് അറിയാം. പക്ഷെ that was പറയാതിരിക്കാൻ പറ്റും. നമ്മൾ തിരിച്ചു വന്നപ്പോ ഒരു പെൺകുച്ച സ്ഥലമാണ് കിടക്കുന്നുണ്ടല്ലോ, ബോധമില്ല കിടപ്പുണ്ടായിരുന്നു. ഹണിമൂൺ ട്രിപ്പ് എന്തോ ആണ് സംഭവം. ഫാമിലി ഫുൾ ഉണ്ടായിരുന്ന ലൈക്ക് തിരിച്ചു വന്നപ്പോഴേക്ക് നിൽക്കുന്ന നിപ്പിൽ പൊട്ടിക്കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബേബി, പിന്നെ ഹാർട്ട് ഇഷ്യൂസ് ഉള്ളവര്, കുഞ്ഞു ബേബീസിനെ കൊണ്ടുപോകുന്ന ഹൈലി റിസ്ക് ആണ്. ഈ ഒരു കണ്ടീഷൻ, അവിടുത്തെ ആ ഒരു വെതർ കണ്ടീഷൻ പെട്ടെന്ന് പിള്ളേർക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അവർ ഭയങ്കര വിളിയായിരിക്കും. നിങ്ങൾ ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന പിള്ളേർ എൻജോയ് ചെയ്യുന്നതായിരിക്കും. ഒരു മേ ബി 4 to 5 ബെറ്റർ. ആ ഒരു ഏജിലൊക്കെ പൊതിഞ്ഞ് പിള്ളേരെ കൊണ്ടുപോയാലും നമ്മൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, ഇത്രയും അഡൽട്സ് ആയിട്ട് പോലും നമുക്ക് പറ്റില്ല. അപ്പൊ കുഞ്ഞു പിള്ളേരെ തീരെ പറയണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നമ്മൾ കയറിയ കണ്ടോലക്കകത്ത് ഒരു 3 വയസ്സായിട്ടുണ്ടാവില്ല ഒരു കൊച്ചിനെ കൊണ്ടല്ലേ അവർ. പക്ഷെ അവിടുത്തെ ഗൈഡ്സ് ആരും കണ്ടില്ലെന്ന് അറിയത്തില്ല. ഇനി എന്തിനാട്ടെ. സോ ഇതിന് ഗുഡ് തിങ്സ് ഉണ്ട്, ബാഡ് തിങ്സ് ഉണ്ട്. ഇപ്പൊ ബാഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് കുറെ നെഗോസിയേഷൻ, അത് എങ്ങനെ നെഗോസിയേറ്റ് ചെയ്തെടുക്കുന്നു അത്രത്തോളം നമുക്ക് അവിടെ എന്താ പറയാ കാര്യങ്ങൾ മണി സേവ് ചെയ്യാൻ പറ്റും. കാര്യം ഇന്ന് നമ്മൾ ഓൾറെഡി മൈൻഡ് സെറ്റിലാണ് പോയിട്ട് പോലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം അവർ പല ട്രിക്ക് അവിടെ യൂസ് ചെയ്തത്. എല്ലാത്തിനും ബേസിക് ഒരു റേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിത് ചെയ്ത എന്തോന്നാ സ്കീയിങ്ങില് ശരിക്കും അമ്മമാര് 4000 തൊട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് 2000 rupees സ്കീയിങ് ചെയ്യുന്നതിന് പ്ലസ് പിന്നെ അവര് ട്രെയിനിങ്. അതായത് നമുക്ക് സ്കീയിങ് അറിയത്തില്ല എന്നുള്ള കാര്യം അവർക്ക് പക്ക അറിയാം. കാരണം നമ്മൾ ആദ്യമായിട്ട് വരുന്നവർക്ക് അവർക്കറിയാം. അതുകൊണ്ട് അവര് പറയും നിങ്ങൾ കോച്ചിനെയും കൂടി എടുത്തിട്ട് ചെയ്യാം. അപ്പൊ കോച്ചിന് പകുതി ചാർജ്, നമുക്ക് പകുതി ചാർജ്, അങ്ങനെ 4. നമുക്ക് 2000, കോച്ചിന് 2000. കോച്ചിനും കൂടി ഉള്ള കാശ് നമ്മൾ കൊടുക്കണം. അപ്പം പക്ഷെ അത് നെഗോഷിയേറ്റ് ചെയ്ത് നമ്മളത് 2000 വെച്ച് നമ്മൾ ടോട്ടലി 4000 rupees സെറ്റിൽ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് 800 rupees 1000 rupees കംപ്ലീറ്റ് ഇൻക്ലൂഡിങ് കോച്ച് ഉൾപ്പെടെ കിട്ടുമായിരുന്നു. 2000 രൂപ നമ്മുടെ ടഫേന്ന് പറഞ്ഞ അവിടെ പോയി. പക്ഷേ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഈ 800 അറിഞ്ഞില്ലായിരുന്നു നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇന്ന് ഈവനിങ് നമ്മൾ ഡ്രൈവർ അവർക്ക് 800 കിട്ടുമായിരുന്നു. അല്ല വേറെ 2-3 പേർ ചെയ്തപ്പം അവര് ചോദിച്ചു 1500 ചെയ്തിട്ടുണ്ട്. അപ്പൊ അറിയത്തില്ലാത്തൊരാള് പിന്നെ ഒരു സംഭവം ഒത്തിരി സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. ചില സെക്യൂരിറ്റി ഫോഴ്സ് ഭയങ്കര റോങ് ആണ്. ബട്ട് നമ്മൾ ആ ഒരു സെക്കൻഡ് ഫേസിലൊക്കെ പോയ സമയത്ത് അവിടെ സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു. കാമായിട്ട് നമ്മളെ സപ്പോർട്ടായിട്ട് നമ്മളെ അവിടെ നിന്ന് അവരിങ്ങനെ ആ കോൾഡ് വിൻഡ് വന്നപ്പോ അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആജാവോ ആജാവോ ഇത് എന്തോ പിടിച്ചിട്ട് അവർ കൊണ്ടുപോയത്. ഏട്ടാ താഴെ വന്നപ്പോ ഇത് വരുന്നുണ്ട് അതുകൊണ്ട് വരാൻ പറഞ്ഞതൊക്കെ പറഞ്ഞു. പക്ഷെ ഫേസ് മണി പോയപ്പോ നമ്മളൊരു കുറച്ച് അപ്പുറത്തോട് മാറിപ്പോയപ്പോ ഒരു പുള്ളിക്കാരൻ ഒരു സോൾജർ വന്നിട്ട് നമ്മുടെ ഗൈഡിനെ അടിക്കാൻ, സോൾജറല്ല ലോക്കൽ പോലീസ് അങ്ങനെ എന്തോ ആണ്, പക്ഷെ പട്ടാളക്കാരെ പോലെ തോന്നും. അയാൾ ആ സ്റ്റിക്ക് കൊണ്ട് മറ്റേ ഗൈഡിനെ അടിക്കാൻ സ്റ്റിക്കിനെ അടിക്കാൻ പോണം, നമുക്ക് അടിയിട്ട് പോകും. അങ്ങനെ ഞാൻ അവിടെ ഓടി. പക്ഷെ പിന്നെ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റുന്ന ഈ പല സെല്ലേഴ്സ് ഉണ്ട്, കാവ സെല്ലേഴ്സ്, പിന്നെ സ്ട്രോബെറി, ചോക്ലേറ്റ്, അങ്ങനെ അവരിങ്ങനെ പറഞ്ഞ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും. അതൊക്കെ ഒഴിവാക്കുവാണെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും അടിപൊളി. നിങ്ങൾ ബൈക്ക് റൈഡ് അതും കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മൾ അവിടെ ചെയ്യുന്നില്ല. ബൈക്ക് റൈഡിങ് നമ്മൾ ചെയ്തില്ല. അതിനൊരു 1000 തവണ ചെന്നിറങ്ങിയപ്പോ തൊട്ട് നമുക്കത് ചെയ്യാം. അവന്റെ മനസ്സ് ഫുള്ളായിരുന്നു, ബൈക്ക് റൈഡിങ് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലും വേണം, സോൺമാർഗിൽ പോയി അവിടെയും ചെയ്യാൻ എന്തെങ്കിലും ആക്ടിവിറ്റി വേണ്ടേ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ അതും കൂടി പറഞ്ഞാൽ അവര് അതും നമ്മളെ പറ്റിച്ചില്ല. അല്ല അത് ഫിക്സഡ് റേറ്റ് 2000 rupees പറഞ്ഞാൽ അറിയില്ല. അത് നമ്മള് ഫൈസലിനോട് ചോദിച്ചു നോക്കണം. ഫൈസലാണ് നമ്മുടെ ഡ്രൈവർ. ഫൈസലിനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ 500 രൂപയ്ക്ക് സാധനമായിരിക്കും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ചെല്ലുന്നതാണ് നമ്മളെ പറ്റിച്ചെടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുവാണെങ്കിൽ
എല്ലാം കൊള്ളാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കശ്മീർ പോവാണെങ്കിൽ കീപ് ഇൻ മൈൻഡ് ബാർഗൈനിങ് ഇറ്റ്സ് മെയിൻ തിങ്. എല്ലാ സാധനത്തിനും നമ്മുടെ ഫസ്റ്റ് ബാർഗൈനിങ് ആ ഇതായിരുന്നു ഊത്. എത്ര 250 ഇത്രയേ ഉള്ളൂ കേട്ടോ. 250 ചെറിയ ഊത്, പക്ഷെ സ്മെല്ല് നല്ല അടിപൊളിയാണ്. കശ്മീരി ഊത് എന്ന് പറയും. അത് ഞങ്ങൾ പറഞ്ഞു 60 രൂപയ്ക്ക് മേടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബാർഗൈനിങ് ചെയ്ത് നമുക്ക് കിട്ടും. സ്ട്രോങ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ കാര്യം കിട്ടും. ബാർഗൈനിങ് ഈസ് സംതിങ് ദാറ്റ് യു ഷുഡ് കീപ് ഇൻ മൈൻഡ് വൈൽ യു കം ടു കശ്മീർ. സോ ഒത്തിരി പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. ഇനി ഇന്ന് ഞാൻ കുറച്ച് ടയർഡാണ്. ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയി. പക്ഷേ ഇന്നലത്തെ ഇപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിലായിരുന്ന കാരണം ഭയങ്കര തണുപ്പാണ്. ഇന്നിപ്പോൾ അത്ര പ്രശ്നമില്ല. ഇവിടെ AC ഉണ്ട്, വാം ടെമ്പറേച്ചർ അതുകൊണ്ട് കുഴപ്പമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗുൽമാർഗ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. See you tomorrow. I'll be back with Sonmarg tomorrow. Until then, take care. Bye from me and